മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. അതിനായി മുതിർന്ന നേതാക്കൾ എത്തിയിരിക്കുന്നു. അതിലേക്ക് തത്സമയം നമുക്ക് പോകേണ്ടതുണ്ട്. ഈ ചർച്ച ഒരല്പം നേരത്തെ നമുക്ക് അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. ദയവേത് ക്ഷമിക്കുക. ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി, റെജി ലൂക്കോസ്, എൻ ശ്രീകുമാർ, പന്തളം സുധാകരൻ, വളരെ നന്ദി. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുകയാണ്. മുതിർന്ന നേതാക്കളുണ്ട്. അതിലേക്ക് തത്സമയം. അല്ല ഇതിനുള്ളിലൊന്ന് സൈലൻസ് ആക്കിയാൽ വേറെ തീരും. ഓക്കെ പോലെ മൈക്കാണ് തുടങ്ങി ഉറക്ക പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിലേക്ക് കടന്നിരിക്കുകയാണ് നേതാക്കൾ, മുതിർന്ന നേതാക്കൾ, പാണക്കാട് തങ്ങൾ അടക്കമുള്ളവർ, പി കെ കുഞ്ഞാലിക്കുട്ടി, ടി മുഹമ്മദ് ബഷീർ അടക്കമുള്ളവർ ഇപ്പോൾ അവിടെയുണ്ട്. സ്ഥാനാർത്ഥി പട്ടിക ഏതാനും നിമിഷങ്ങൾക്കകം പ്രഖ്യാപിക്കും. നേരത്തെ ചില പേരുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിലൊരു വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നു. അടുത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും മലപ്പുറം ജില്ലയിലെ ഒഴിവ് വന്ന പാർലമെന്റ് നിയോജകമണ്ഡലത്തിലേക്കും പിന്നെ ഉടൻ തന്നെ വരാൻ വേണ്ടി പോകുന്ന രാജ്യസഭാ സീറ്റിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അല്പസമയത്തിനുള്ളിൽ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ മുന്നോടിയായി ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദയവായി എല്ലാവരും സഹകരിക്കുക, എന്നാലേ പത്രക്കാർക്ക് കേൾക്കാൻ പറ്റും. അതായത് മുസ്ലിം ലീഗ് കഴിഞ്ഞ അസംബ്ലിയിൽ 24 സീറ്റുകളിലേക്കായിരുന്നു മത്സരിച്ചിരുന്നത്. ഇപ്പോൾ ഇത് 27 സീറ്റുകളിലേക്കാണ് ഈ പ്രാവശ്യം മത്സരിക്കുന്നത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം കൊടുക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. യുവജനങ്ങൾ, അതുപോലെ തന്നെ വനിതകൾ, അതുപോലെ തന്നെ പ്രാന്തവൽക്കരിക്കപ്പെട്ട മറ്റ് ജനവിഭാഗങ്ങൾ, അവർക്കെല്ലാം തന്നെ അർഹമായ പ്രാതിനിധ്യം കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പ്രത്യേകമായിട്ട് ഉത്സാഹിച്ചിട്ടുണ്ട്. സമൂഹത്തിലെ വിവിധ സെക്ഷനിലുള്ള ആളുകൾക്ക് ഈ ലിസ്റ്റ് നോക്കിയാൽ അവരെല്ലാം തന്നെ അർഹമായിട്ടുള്ള പ്രാതിനിധ്യം കൊടുത്തായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു പ്രധാന കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ പരിപൂർണമായും ഒരു ഉൾപാർട്ടി ജനാധിപത്യം തന്നെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. നേരത്തെ നിങ്ങൾക്കറിയാം, ബഹുമാനപ്പെട്ട തങ്ങളവരെ ഞങ്ങൾ നിയോഗിച്ചിരുന്നു സീറ്റ് പറയാൻ വേണ്ടിയിട്ട്. തങ്ങൾ അതിനുശേഷം പല ഘട്ടങ്ങളിലായി ചർച്ചകൾ നടത്തുകയും എല്ലാവരുടെയും കാര്യങ്ങൾ കേട്ടതിന് ശേഷം എടുത്ത തീരുമാനം എന്നുള്ളതിൽ ഇതിലെ ഇന്റർണൽ ഡെമോക്രസിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. മറ്റൊരു സംഗതി, തത്വം ഞങ്ങൾ എടുത്തിരുന്നു. 3 വർഷമായി 3 ടേമിൽ MLA-മാരായിരുന്ന ആളുകൾക്ക്, അതിന് മേലുള്ളവർക്കും ഈ പ്രാവശ്യം സീറ്റ് നൽകാൻ കഴിയില്ലെന്ന കാര്യമുണ്ടായിരുന്നു. അതിന് കാരണം എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ അവരെല്ലാം തന്നെ വളരെ യോഗ്യന്മാരായ ആളുകളാണ്. പക്ഷേ ഇതൊരു നല്ല കീഴ്വഴക്കമാകട്ടെ എന്നുള്ളതാണ്. ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഒരു കീഴ്വഴക്കം എടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പ്രാവശ്യം ആ തീരുമാനമെടുത്തത്. അതിൽ 3 പേർക്ക് മാത്രമാണ് എക്സംഷൻ കൊടുത്തിരുന്നത്. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, KPA മജീദ്, അതുപോലെ MK മുനീർ. ഈ 3 പേർക്ക് ഈ 3 കൊല്ലത്തിൻ്റെ കാര്യത്തിൽ എക്സംഷൻ കൊടുത്തു. ബാക്കി എല്ലാവർക്കും ഈ 3 കൊല്ലത്തെ 3 ടേമിലെ അവർ MLA-മാരായിരുന്നെങ്കിൽ അവരെ പിന്നെ രണ്ടാമത് എടുത്തിട്ടില്ല. അതിൽ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ 3 വർഷം കഴിഞ്ഞിട്ടുള്ള 3 ടേം കഴിഞ്ഞിട്ട് MLA-മാർ അവർ വളരെ വിലപ്പെട്ട സേവനങ്ങൾ ചെയ്തതാണ്. പക്ഷേ ഞങ്ങളുടെ പാർട്ടി കീഴ്വഴക്കം എടുക്കാൻ കാരണം പുതിയ തലമുറക്ക് അവസരം ഉണ്ടാക്കട്ടെ എന്നുള്ളത് വെച്ചുകൊണ്ടാണ്. മാത്രമല്ല ഞങ്ങളുടെ കാര്യം വിലയിരുത്തി
കഴിഞ്ഞ കാലത്ത് ഞങ്ങൾ MLA-മാർ അസംബ്ലിയിലും അസംബ്ലിക്ക് പുറത്തും അവരുടെ കോൺസ്റ്റിറ്റ്യൂൻസിലും നടത്തിയിട്ടുള്ള വിലപ്പെട്ട സേവനങ്ങളെക്കുറിച്ച് ഞങ്ങൾ സമഗ്രമായി വിലയിരുത്തി അവരെല്ലാം ഞങ്ങൾ പ്രത്യേകമായിട്ട് അഭിവാദ്യം ചെയ്തിരിക്കുകയാണ്. പിന്നെ മുൻകാലങ്ങളിൽ സേവനമനുഷ്ഠിച്ച MLA-മാരുടെ ഈ പ്രവർത്തനങ്ങളെപ്പറ്റി വിലയിരുത്തിയതിന് പുറമെ ഇനിയുള്ള കാലഘട്ടങ്ങളിലും ഏറ്റവും നല്ല പെർഫോമൻസ് നടത്താൻ കഴിയുന്ന ആളുകൾ ഉണ്ടാകണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ സെലക്ഷൻ നടത്തിയിട്ടുള്ളത്. എന്നാൽ പോലും അർഹരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ ഒക്കില്ല. ഞങ്ങൾക്ക് ആകെയുള്ളത് 27 സീറ്റുകളാണ്. അതുകൊണ്ട് ഈ എല്ലാ വശങ്ങളും എടുത്തുകൊണ്ടാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. ഇനി ഈ സ്ഥാനാർത്ഥികളുടെ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നവരും രാജ്യസഭയിലേക്ക് മത്സരിക്കുന്ന ആളുടെയും അസംബ്ലി സീറ്റുകളിലേക്ക് മത്സരിക്കുന്ന ഇതിൻ്റെയും പൂർണ്ണമായ വിവരങ്ങൾ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് തന്നെ വായിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. 24 അതെ. ആ ശബ്ദം കുറച്ചാലും എല്ലാവർക്കും കേൾക്കാൻ പറ്റുള്ളൂ. എല്ലാ പത്രക്കാരും മലപ്പുറം ലോക്സഭ സ്ഥാനാർത്ഥി MP അബ്ദുൽ സമദ് സമദാനി, ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് PV അബ്ദുൽ വഹാബ്, മഞ്ചേശ്വരം AKM അഷ്റഫ്, കാസർഗോഡ് NA നെല്ലിക്കുന്ന്, അഴീക്കോട് KM ഷാജി, കൂത്തുപറമ്പ് പൊട്ടങ്കണ്ടി അബ്ദുള്ള, കുറ്റ്യാടി പാറക്കൽ അബ്ദുള്ള, കോഴിക്കോട് സൗത്ത് അഡ്വക്കേറ്റ് നൂർബിന റഷീദ്, കുന്നമംഗലം ദിനേശ് പെരുമണ്ണ UDF സ്വതന്ത്രൻ, തിരുവമ്പാടി CP ചെറിയ മുഹമ്മദ്, മലപ്പുറം ഉബൈദുള്ള, വള്ളിക്കുന്ന് P അബ്ദുൽ ഹമീദ് മാസ്റ്റർ, കുണ്ടോട്ടി TV ഇബ്രാഹിം, ഏറനാട് PK ബഷീർ, മഞ്ചേരി അഡ്വക്കേറ്റ് UA ലത്തീഫ്, പെരിന്തൽമണ്ണ നജീബ് കാന്തപുരം, താനൂർ PK ഫിറോസ്, കോട്ടക്കൽ KK അബ്ദുൽ ഹുസൈൻ തങ്ങൾ, മങ്കട മഞ്ഞളാംകുഴി അരി, വേങ്ങര PK കുഞ്ഞാലിക്കുട്ടി, തിരൂർ കുറുക്കോളി മൈദീൻ, ഗുരുവായൂർ അഡ്വക്കേറ്റ് KNA ഖാദർ, തിരൂരങ്ങാടി KPA മജീദ്, മണ്ണാർക്കാട് അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ, കളമശ്ശേരി അഡ്വക്കേറ്റ് VE ഗഫൂർ, കൊടുവള്ളി ഡോക്ടർ MK മുനീർ, കോങ്ങാട് UC രാമൻ, പുനലൂർ ചടയമംഗലം പിന്നീട് പ്രഖ്യാപിക്കും, പേരാമ്പ്ര പിന്നീട് പ്രഖ്യാപിക്കും. അല്ല വ്യക്തമായല്ലോ. കോപ്പി എല്ലാവരും അയച്ചതാ. അത് നാളെ വായിക്കാൻ, അതായത് സാവകാശം വായിക്കാം. നോട്ട് ചെയ്ത് ശ്രദ്ധിച്ചാൽ മതി. മലപ്പുറം ലോക്സഭാ സ്ഥാനാർത്ഥി MP അബ്ദുൽ സമദ് സമദാനി, ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് PV അബ്ദുൽ വഹാബ്. നിയോജകമണ്ഡലികളുടെ പേരും സ്ഥാനാർത്ഥിയുടെ പേരുമാണ് ഈ വായിക്കുന്നത്. മഞ്ചേശ്വരം AKM അഷ്റഫ്, കാസർഗോഡ് NA നെല്ലിക്കുന്ന്, അഴീക്കോട് KM ഷാജി, കൂത്തുപറമ്പ് പൊട്ടങ്കണ്ടി അബ്ദുള്ള, കുറ്റ്യാടി പാറക്കൽ അബ്ദുള്ള, കോഴിക്കോട് സൗത്ത് അഡ്വക്കേറ്റ് നൂർബിന റഷീദ്, കുന്നമംഗലം ദിനേശ് പെരുവണ്ണ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി, കുന്നമംഗലം തിരുവമ്പാടി CP ചെറിയ മുഹമ്മദ്, പിന്നെ മലപ്പുറം P ഉബൈദുള്ള, വള്ളിക്കുന്ന് P അബ്ദുൽ ഹമീദ് മാസ്റ്റർ, കൊണ്ടോട്ടി TV ഇബ്രാഹിം, ഏറനാട് PK ബഷീർ, മഞ്ചേരി അഡ്വക്കേറ്റ് UA ലത്തീഫ്, പെരിന്തൽമണ്ണ നജീബ് കാന്തപുരം, താനൂർ PK ഫിറോസ്, കോട്ടക്കൽ KK ആബിദ് ഹുസൈൻ തങ്ങൾ, മങ്കട മഞ്ഞളാംകുഴി അലി, വേങ്ങര PK കുഞ്ഞാലിക്കുട്ടി, തിരൂർ കുറുക്കോളി മൊയ്തീൻ, ഗുരുവായൂർ അഡ്വക്കേറ്റ് KNA ഖാദർ, തിരൂരങ്ങാടി KPA മജീദ്, മണ്ണാർക്കാട് അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ, കളമശ്ശേരി
അഡ്വക്കേറ്റ് VE ഗഫൂർ, കൊടുവള്ളി ഡോക്ടർ MK മുനീർ, കോങ്ങാട് UC രാമൻ, പുനലൂരോ ചടയമംഗലോ ഞങ്ങൾക്ക് സീറ്റുണ്ട്. ആ സീറ്റ് ഏതാണ്, പുനലൂരാണോ ചടയമംഗലമാണോ എന്നുള്ളത് തീരുമാനിക്കും. അത് കഴിഞ്ഞാൽ പിന്നീട് അത് അവിടുത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥിയെയും പിന്നീട് പ്രഖ്യാപിക്കും. അധികമായി കിട്ടിയ സീറ്റ് കുറിച്ച് പറയുന്നത് പേരാമ്പ്ര ഈ ഭാഗത്ത് രണ്ടാമത് അത് കണക്കൂട്ടില്ല. യെസ്, എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ പറയാം. ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അതെ അതെ, അഡ്വക്കേറ്റ് ഗഫൂർ അവിടുത്തെ ജില്ലാ പ്രസിഡന്റാണ്, ജില്ലാ സെക്രട്ടറിയാണ്. എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ്. ഓക്കെ, എന്നാ നിങ്ങൾ പോയി ഇത് കൊടുക്കി. മജീദ്, നിങ്ങൾ തിരുവനടിക്കാരനാണ്. നിങ്ങൾ ഇറങ്ങി പോയാലേ ഞങ്ങൾക്ക് പോകാൻ പറ്റും. അതെ, സൂപ്പി ഇങ്ങോട്ട് പോലെ. സൂപ്പി ഇവിടെ പഴയ കൂട്ടുകാരാണ്. എന്നാ നിങ്ങൾ ഇറങ്ങിക്കോളി. നിങ്ങൾ ഇറങ്ങിയാലേ ശരിയാവുള്ളൂ, എന്നാലും ആളുകൾ പോകുള്ളൂ. എമ്പരെ ഇറങ്ങിക്കോട്ടെ. അതാണ് ദാവൂദ ഒന്ന് ശരിയാക്കും. ഇവരങ്ങ് പോയിക്കോട്ടെ. നിങ്ങൾ പോയിട്ട് അങ്ങോട്ട് പോകണം. ദാവൂദേ ശരിയാക്കും. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനം ഒരു വനിതയ്ക്ക് ഇപ്പോൾ അവസരം നൽകിയിരിക്കുന്നു ലീഗ് എന്നതാണ്. കോഴിക്കോട് സൗത്തിൽ നൂർബീന റഷീദ് മത്സരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അഴീക്കോട് KM ഷാജി മത്സരിക്കും. കളമശ്ശേരിയിൽ ഇബ്രാഹിം കുഞ്ഞിന് സീറ്റില്ല, പകരം മകനാണ് മത്സരിക്കുന്നത്. VE ഗഫൂറാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. രാജ്യസഭാ സ്ഥാനാർത്ഥിയായി PV അബ്ദുൽ വഹാബ്, മലപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അബ്ദുസമദ് സമദാനിയായിരിക്കും സ്ഥാനാർത്ഥിയാവുക. ഒപ്പം പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം, താനൂരിൽ PK ഫിറോസ് മത്സരിക്കുന്നുണ്ട്. കാസർഗോഡ് NA നെല്ലിക്കുന്ന്, KM ഷാജി, അഴീക്കോട് തന്നെ മത്സരിക്കും. കൂത്തുപറമ്പ് PK അബ്ദുള്ള. അത്തരത്തിലേക്കുള്ള വിപുലമായ ഒരു ലിസ്റ്റ്. PK കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്നത് വേങ്ങരയിൽ തന്നെയായിരിക്കും. ഈ ലിസ്റ്റാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. അഷ്കർ അലിയുണ്ട് വിശദാംശങ്ങളുമായി. അഷ്കർ അലി, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഒരു വനിതാ സ്ഥാനാർത്ഥി വർഷങ്ങൾക്ക് ശേഷം ലീഗിനുണ്ടാകുന്നു. ഒപ്പം അഭ്യൂഹങ്ങളായി നമ്മൾ കേട്ടിരുന്ന ചില കാര്യങ്ങൾ. കളമശ്ശേരിയിൽ ഇബ്രാഹിം കുഞ്ഞ് മത്സരിക്കുന്നില്ല, പകരം മകൻ മത്സരിക്കുന്നു. KM ഷാജി എവിടെ എന്നതിന് ഉത്തരമായിരിക്കുന്നു. വിശദാംശങ്ങൾ. കൃഷ്ണ, ഏറ്റവും അവസാനം മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 25 വർഷങ്ങൾക്ക് ശേഷം മുസ്ലിം ലീഗ് ആദ്യമായി വീണ്ടും വനിതയെ മത്സരിപ്പിക്കുന്നു. 1996 അവസാനമായി മുസ്ലിം ലീഗ് വനിതാ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചത്. കമറിനിച്ച് അൻവറിനായിരുന്നു കോഴിക്കോട് സൗത്തിൽ മത്സരിപ്പിച്ചിരുന്നത്. അതേ മണ്ഡലത്തിലേക്ക് 25 വർഷങ്ങൾക്ക് ശേഷം മുസ്ലിം ലീഗിന്റെ വനിതാ ലീഗ് പ്രതിനിധിയായ അഡ്വക്കേറ്റ് നൂർബീന റഷീദിനെയാണ് കോഴിക്കോട് സൗത്തിൽ മത്സരിപ്പിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗ് ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. സമാനമായ രീതിയിൽ മുസ്ലിം ലീഗിന്റെ ഉന്നത അധികാര സമിതി അംഗങ്ങളടക്കം പലരും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. PK കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിലും KP മജീദ് തിരൂരങ്ങാടിയിലും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാവായ KM ഷാജി അഴീക്കോടും അതുപോലെ MK മുനീർ കൊടുവള്ളിയിലും മത്സരിക്കും. അതുപോലെ മങ്കട, കാസർഗോഡ് മണ്ഡലത്തിൽ NA നെല്ലിക്കുന്ന്, താനൂർ PK ഫിറോസ്, കൂത്തുപറമ്പ് PK അബ്ദുള്ള, കുറ്റ്യാടി മണ്ഡലത്തിൽ സിറ്റിംഗ് MLA പാർക്കൽ അബ്ദുള്ള, അതുപോലെ കുന്നമംഗലത്ത് മുസ്ലിം ലീഗിന്റെ സ്വന്തം മണ്ഡലമായ കുന്നമംഗലത്ത് ഒരു UDF സ്വതന്ത്രനെ മത്സരിപ്പിക്കുന്നു. ദിനേശ് പെരുമണ്ണ എന്ന കോൺഗ്രസ് DCC സെക്രട്ടറി കൂടിയായ PK ഫിറോസ് താനൂരിലെ ലീഗ് സ്ഥാനാർത്ഥി പ്രതികരിക്കും. താനൂർ നിയോജകമണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഇപ്പോൾ പാർട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ
നല്ല ആത്മവിശ്വാസമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ വെച്ച് നോക്കുക സ്ഥാനാർത്ഥി പട്ടികയിൽ യൂത്ത് ലീഗിന് കൂടുതൽ പ്രാതിനിധ്യമുണ്ട്. തീർച്ചയായും മികച്ച പ്രാതിനിധ്യമാണ്, യുവജന പ്രാതിനിധ്യമാണ് ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയിൽ പാർട്ടി നൽകിയിട്ടുള്ളത്. നേരത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്ന അതേ മാനദണ്ഡം 3 തവണ മത്സരിച്ചവർ മാറി നിൽക്കുക എന്ന മാനദണ്ഡം നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടി കൊണ്ടുവന്നു. അതിൽ പ്രധാനപ്പെട്ട 3 നേതാക്കന്മാർക്ക് മാത്രം എക്സംഷൻ കൊടുത്തു. അതുപോലെ തന്നെ യുവജന പ്രാതിനിധ്യം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികളായിട്ടുള്ള 3 പേരെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തി. വനിതാ പ്രാതിനിധ്യമുണ്ട്, അതുപോലെ തന്നെ ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രാതിനിധ്യമുണ്ട്. അങ്ങനെ സമൂഹത്തിലെ വിവിധ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അർഹമായ പ്രാതിനിധ്യം നൽകിയിട്ടുള്ളൊരു പട്ടികയാണ് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാറ്റം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, പലർക്കും മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. യൂത്ത് ലീഗിൽ പുതിയ അവസരം വന്നിരിക്കുന്നത് വെല്ലുവിളിയല്ലേ ശരിക്കും? അങ്ങനെ തലമുറ മാറ്റം എന്നതല്ല, കാലത്തിൻ്റെ ഒരു ആവശ്യം പാർട്ടി അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമെടുത്തു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഭാഗവും ഉണ്ട്, മുതിർന്നവരുണ്ട്, പുതിയ തലമുറപ്പെട്ട ആളുകളുണ്ട്, പുതുമുഖങ്ങളുണ്ട്, അങ്ങനെ എല്ലാ വിഭാഗത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ലീഗിൻ്റെ മികച്ച വിജയത്തിൻ്റെ ഒരു കാരണം ഒരു പുതിയ മാറ്റം കൊണ്ടുവന്നതാണ് എന്ന് പാർട്ടി ഉൾക്കൊണ്ടു. ആ തീരുമാനം തന്നെയാണ് ഇതിലും ഉൾക്കൊള്ളിച്ചത്. തീർച്ചയായും അതേ വിജയം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാളും മികച്ച വിജയം, UDFന് തന്നെ കേരളത്തിൽ അധികാരത്തിൽ വരാൻ സഹായകരമാകുന്ന രീതിയിലുള്ളൊരു വിജയം മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. സ്ഥാനാർത്ഥി പട്ടിക മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരു സ്ത്രീ മത്സരിക്കുകയാണ് ഒരുപാട് കാലത്തിന് ശേഷം. സമസ്തയുടെ എതിർപ്പിന് മുന്നിൽ പിടിച്ചേൽക്കാൻ പറ്റുമോ? അല്ല, എല്ലാ വിഭാഗവും വനിതാ പ്രാതിനിധ്യം ഉണ്ടാകണം എന്ന രീതിയിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. അതെല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട്. ഏതെങ്കിലും ഒരു വിഭാഗം അങ്ങനെ എതിർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. എല്ലാവരും വനിതാ പ്രാതിനിധ്യം വേണം എന്നൊരു ആവശ്യത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനം പാർട്ടി എടുത്തിട്ടുള്ളത്. അല്ല, എല്ലാവരും അതിനെ സ്വാഗതം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാധാരണഗതിയിൽ യൂത്ത് ലീഗ് ഭാരവാഹികൾക്ക് സീറ്റ് കൊടുക്കുമ്പോൾ പണ്ട് KM ഷാജിക്കൊക്കെ 20 അത്തരം സീറ്റുകളാണ് നൽകാറ്. യൂത്ത് ലീഗ് നേതാവ് താനൂരിലെ സ്ഥാനാർത്ഥി PK ഫിറോസാണ് വിജയപ്രതീക്ഷയിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് കാര്യങ്ങൾ പങ്കുവച്ചത്. അഷ്കർ അലിയിലേക്ക് ഒരിക്കൽ കൂടി. അഷ്കർ അലി, പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എല്ലാവർക്കും എല്ലാ മേഖലകളിലും എല്ലാ വിഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റാണ്. ജനങ്ങളൊക്കെ വളരെ സന്തോഷത്തിലാണ്. 25 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്നത്. സ്വാഭാവികമാണല്ലോ, കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. വനിതാ ശാക്തീകരണത്തിൻ്റെ ഒരു കാലമാണിത്. തീർച്ചയായിട്ടും ജനപ്രതിനിധി സഭകളിൽ, ഇപ്പോൾ നേരത്തെ തന്നെ ത്രിതല പഞ്ചായത്തുകളിൽ 100 കണക്കിന് വനിതകൾ മുസ്ലിം ലീഗിൻ്റെതായിട്ടുണ്ട്. ഇപ്പോൾ നിയമസഭയിലേക്കും ഒരു വനിതയെ മത്സരിപ്പിക്കുന്നു. സന്തോഷം. മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാക്കളൊക്കെ ഒരുമിച്ച് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു പട്ടി കൂടിയാണ് ഇത്തവണത്തെ. അത് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ വളരെ പ്രാധാന്യത്തോടെ കാണുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. പ്രായമുള്ള സ്ഥാനാർത്ഥികളുണ്ട്, ഒപ്പം ചെറുപ്പക്കാരായിട്ടുള്ളവരും നല്ല പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ട്. കുന്നമംഗലത്ത് മുസ്ലിം ലീഗ് ആദ്യം ഒരു UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പരിഗണിച്ചിരിക്കുന്നു. DCC സെക്രട്ടറി കൂടിയ വിനേഷ് പെരുമണ്ണ്. എന്താണ് അത്ര ഒരു സ്ഥാനാർത്ഥിത്തിലേക്ക്? അത് വിജയസാധ്യതയാണല്ലോ ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ആ നിലക്ക് UDFൻ്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി തന്നെ, മുസ്ലിം ലീഗിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി തന്നെയാണ് അദ്ദേഹം. മുസ്ലിം ലീഗ് ഏറ്റെടുക്കുന്ന അധിക സീറ്റുകളിൽ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. എന്താണ് 2 മണ്ഡലങ്ങൾ ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടുള്ളത്? അത് മുസ്ലിം ലീഗ് അത് UDFുമായിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുക. അതായത് കോൺഗ്രസുമായിട്ട് പുനരൂരാണോ ചടയമംഗലാണോ ഏതാണ് ഞങ്ങൾക്ക് കൂടുതൽ നല്ലതെന്നുള്ളതിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥി പട്ടികയിൽ എത്രത്തോളം ഉണ്ട് വിജയപ്രതീക്ഷ? 100% വിജയപ്രതീക്ഷ തന്നെയാണ് മുസ്ലിം ലീഗിനുള്ളത്. കാരണം ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ നല്ല പ്രതിഭാസമ്പന്നരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും തികഞ്ഞ വിജയപ്രതീക്ഷ തന്നെയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം കൂടിയായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ KP മജീദ്, അതുപോലെ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ ഇത്തവണ മത്സരരംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ KP മജീദ് തിരൂരങ്ങാടിയിലും അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിലും ഇത്തവണ മത്സരിക്കും. അതുപോലെ നേരത്തെ രാജ്യസഭയിലുണ്ടായിരുന്ന PB അബ്ദുൽ വഹാബ് തന്നെ ഇത്തവണ വീണ്ടും രാജ്യസഭയിലേക്ക് പരിഗണിക്കുന്നു. അതിന് പുറമെ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മലപ്പുറം ലോക്സഭ ഉപമണ്ഡലത്തിൽ അബ്ദുൾ സമദ് ഇതിൻ്റെ MP അബ്ദുൾ സമദ് സമദാനി മുസ്ലിം ലീഗിനെ പ്രതികരിച്ചുകൊണ്ട് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുകയും ചെയ്യും. ഏറെ ചർച്ച ചെയ്തിരുന്ന അഴീക്കോട് കൊടുവള്ളി മണ്ഡലങ്ങളിലും അവസാന ഘട്ടത്തിൽ തീരുമാനമായിരിക്കുന്നു. അഴീക്കോട് KM ഷാജിയും അതുപോലെ തന്നെ കൊടുവള്ളിയിൽ MK മുനീറും മത്സരിക്കും. വേറെ അനിശ്ചിതത്വത്തെ തുടർന്ന പെരിന്തൽമണ്ണയിലും അതുപോലെ തന്നെ മണ്ണാർക്കാടും സ്ഥാനാർത്ഥികൾ തീരുമാനിച്ചിരിക്കുന്നു. നജീബ് അതുപോലെ തന്നെ
മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏറെ വർഷങ്ങൾക്ക് ശേഷം ഒരു വനിത സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. ഇപ്പോൾ PK ഇബ്രാഹിം കുഞ്ഞ് പ്രതികരിക്കുന്നുണ്ട്. അതിലേക്ക് അദ്ദേഹത്തിന്റെ മകനാണ് ഇക്കുറി കളമശ്ശേരിയിൽ സ്ഥാനാർത്ഥിയാവുക. അദ്ദേഹത്തിന്റെ പ്രതികരണം തത്സമയം. പ്രിയപ്പെട്ട പത്രപ്രവർത്തക സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഐക്യജനാധിപത്യ മുന്നണിയുടെ രണ്ടാം കക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഈ പൊതു തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ ഈ 3 പേര് മാത്രമേ പ്രഖ്യാപിക്കാനുള്ളൂ. പ്രഖ്യാപിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളും പൊതുരംഗത്ത് അറിയപ്പെടുന്ന ആളുകളുമാണ്. തീർച്ചയായിട്ടും അവരെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം 4 പ്രാവശ്യം MLA ആകാനും അതിൽ 2 പ്രാവശ്യം മന്ത്രിയാകാനും പാർട്ടി എനിക്ക് അവസരം നൽകി. ഒരുപക്ഷെ ഒരു പാർട്ടിയും ഇത്തരത്തിലൊരു സാധാരണക്കാരനെ ഉയർത്തിക്കൊണ്ടുവരാൻ മുതിരില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കഴിഞ്ഞ ബാഫഖി തങ്ങളുടെ കാലം മുതൽ പാണക്കാട് തങ്ങന്മാരുടെ കാലം മുതൽ അനുവർത്തിക്കുന്ന നയം അത് പിന്നീടും എക്കാലവും പിന്തുടരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എൻ്റെ മകൻ എന്ന നിലയിലല്ല ഗഫൂർ സ്ഥാനാർത്ഥിയായത്. അഡ്വക്കേറ്റ് VE അബ്ദുൽ ഗഫൂർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിലെ ഒരു അഭിഭാഷകനാണ്. ഗഫൂർ സ്വന്തമായിട്ട് ഓഫീസും പ്രാക്ടീസുമുള്ള ഒരു അഭിഭാഷകനാണ്. അതിനു പുറമെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കോൺസലായിട്ട്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അഭിഭാഷകനായിട്ട് കേരള ഹൈക്കോടതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ യൂത്ത് ലീഗിൻ്റെയും ഒക്കെ പ്രസിഡൻറ്റും സെക്രട്ടറിയുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും പൊതുവായ പരിചയമുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, മറ്റുള്ള സ്ഥാനാർത്ഥികളെപ്പോലെ തിരഞ്ഞെടുക്കപ്പെടുന്ന മറ്റ് ജനപ്രതിനിധികളെപ്പോലെ ഗഫൂറും ജനങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കണം. ഞാൻ കഴിഞ്ഞ 4 വട്ടം 20 വർഷം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ജനങ്ങൾ എന്നെ തേടി വരികയായിരുന്നു. ഒരു പ്രാവശ്യമേ ഞാൻ അങ്ങോട്ട് പോയുള്ളൂ, ബാക്കിയെല്ലാം ഇങ്ങോട്ട് വരികയായിരുന്നു. കാരണം ഞാൻ ജനങ്ങളുടെ ഒരു സേവകനായി മാറുകയായിരുന്നു. അത് അഡ്വക്കേറ്റ് ഗഫൂറും പിന്തുടരണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. നിങ്ങളെല്ലാ പിന്തുണയും സഹായവും അഡ്വക്കേറ്റ് VE അബ്ദുൽ ഗഫൂറിന് കൊടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കളമശ്ശേരിയിലെ മുൻ MLA VK ഇബ്രാഹിം കുഞ്ഞാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ മകൻ VE ഗഫൂർ ആണ് ഇക്കുറി കളമശ്ശേരിയിൽ സ്ഥാനാർത്ഥിയാകുന്നത്. വികാരാധീനനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇപ്പോൾ KP മജീദ് പ്രതികരിക്കുന്നുണ്ട്. തിരൂരങ്ങാടിയിലെ ലീഗ് സ്ഥാനാർത്ഥി. എന്നാലും തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മജീദ്. അദ്ദേഹം ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. തിരൂരങ്ങാടിയിൽ നിന്നാണ് KP മജീദ് മത്സരിക്കാൻ ഒരുങ്ങുന്നത്. അഷ്കർ, എന്താണ് KP മജീദ് പറഞ്ഞത്? നമുക്കത് കേൾക്കാൻ കഴിഞ്ഞില്ല. അനുജ, മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മജീദ് വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയിരുന്നത്. അർഹമായ രീതിയിൽ യുവാക്കൾക്കും വനിതകൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ പരിഗണന നൽകുന്നതായിരുന്നു മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ പട്ടാമ്പിയുടെ കാര്യത്തിൽ കോൺഗ്രസിന് ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് പട്ടാമ്പി ഏറ്റെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായത്. അതുകൊണ്ട് തന്നെ കോങ്ങാട് മണ്ഡലം ഏറ്റെടുക്കുകയും ചെയ്തു. കോങ്ങാട് മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് മുൻപ് മത്സരിപ്പിച്ച് MLA ആക്കിയ UC രാമൻ തന്നെ സംവരണ മണ്ഡലമാക്കി
കോങ്ങാട് മണ്ഡലത്തിൽ മത്സരിക്കുമെന്നും ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ മണ്ഡലത്തിലും ലീഗിന് വിജയപ്രതീക്ഷയുണ്ട്. മാത്രമല്ല അതിന് പുറമെ കൊല്ലം ജില്ലയിലെ ഒരു മണ്ഡലം പുന്നൂർ അല്ലെങ്കിൽ ചടയമംഗലം മണ്ഡലം മണ്ഡലം കൂടി മുസ്ലിം ലീഗ് ഏറ്റെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുസ്ലിം ലീഗ് വനിതാ സ്ഥാനാർത്ഥിയെ പരിഗണിച്ചത് കാലത്തിന്റെ ഇന്നത്തെ നിലവിലെ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് വനിതാ സ്ഥാനാർത്ഥിയെ പരിഗണിച്ചിരിക്കുന്നത്. അങ്ങനെ മുസ്ലിം ലീഗിന്റെ വനിതാ സ്ഥാനാർത്ഥിയായിക്കൊണ്ട് 25 വർഷങ്ങൾക്ക് ശേഷം നിലപാട് കഴിഞ്ഞ ദിവസം സമസ്തയുടെ നിലപാട് പുറത്തു വന്നത് വനിതകളെ സ്ഥാനാർത്ഥിയാക്കാത്തതിന് തങ്ങളെപ്പോലെയുള്ള സംഘടനകളെ പഴിചാരിയിട്ട് കാര്യമില്ല എന്നതാണ്. എന്തായാലും സമസ്തയുടെയൊക്കെ കൂടി പിന്തുണയോടെയാണോ ഇത്തരത്തിൽ ഈ ഘട്ടത്തിൽ ലീഗ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്? അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അഷ്കറിലേക്ക് എത്താം. കളമശ്ശേരിയിലെ സ്ഥാനാർത്ഥി ലീഗ് സ്ഥാനാർത്ഥി സംസാരിക്കുന്നു. ആ കളമശ്ശേരി മണ്ഡലത്തിൽ കാണിച്ചു തന്നിട്ടുള്ള മാതൃക പിന്തുടർന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വോട്ട് ചോദിച്ച് പോകുന്നത്. എല്ലാവരും എന്നെ പിന്തുണയ്ക്കണം, പ്രാർത്ഥിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുന്നത്. ഒരു പരിധിവരെ അപ്രതീക്ഷിതമായിരുന്നു. പാർട്ടിയുടെ മാനദണ്ഡമനുസരിച്ച് മാറ്റം വന്നപ്പോൾ ഉണ്ടായതാണ് സ്ഥാനാർത്ഥിത്വം. ഒരിക്കലുമില്ല. കാരണം പാലാരിവട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മറുവശം, അതിൻ്റെ രാഷ്ട്രീയ മറുവശം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അത് ജനങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പൂർണ്ണ ആത്മവിശ്വാസത്തോടുകൂടി ഞാൻ പറയുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കളമശ്ശേരിയിൽ നടന്നു വരുന്ന വികസനത്തിൻ്റെ ഒരു മാതൃകയുണ്ട്. അത് പിന്തുടർന്നുകൊണ്ട് പോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കളമശ്ശേരിയിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി വി ഗഫൂർ, അഡ്വക്കേറ്റ് വി ഗഫൂറാണ് പ്രതികരിച്ചത്. വി കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനാണ് അദ്ദേഹം. ഇത്രയും നാൾ കളമശ്ശേരിയിൽ പിന്തുടർന്നു പോകുന്ന ഒരു വികസന മാതൃക എന്തോ അതാണ് താനും പിന്തുടരുക എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ആയിരിക്കുന്നു. 27 മണ്ഡലങ്ങളിലാണ് ഇക്കുറി മത്സരിക്കുന്നത് ലീഗ് എന്നാണ് ടി മുഹമ്മദ് ബഷീർ നേരത്തെ പറഞ്ഞത്. 27 സീറ്റിൽ, കഴിഞ്ഞ തവണ 24 സീറ്റിലാണ് മത്സരിച്ചത്. ഒരു വനിത കാൽ നൂറ്റാണ്ടിനു ശേഷം ലീഗ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടുന്നു. കോഴിക്കോട് സൗത്തിൽ നൂർബീന റഷീദാണ് മത്സരിക്കുന്നത്. 3 തവണ മത്സരിച്ച് ജയിച്ചവർക്ക് സീറ്റ് ഉണ്ടാകില്ല എന്ന തീരുമാനം ഇക്കുറി ലീഗ് നടപ്പാക്കുന്നു. പക്ഷേ 3 പേർക്ക് അതിൽ ഇളവ് നൽകിയിരിക്കുന്നു. അത് KPA മജീദ്, PK കുഞ്ഞാലിക്കുട്ടി, ഡോക്ടർ MK മുനീർ എന്നിവർക്കാണ്. ഇനി സ്ഥാനാർത്ഥികളെ നോക്കിയാൽ മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ അബ്ദുസമദ് സമദാനിയായിരിക്കും സ്ഥാനാർത്ഥി. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ PV അബ്ദുൽ വഹാബ്, അഴീക്കോട് KM ഷാജി തന്നെ മത്സരിക്കും. കോഴിക്കോട് സൗത്തിൽ വനിതാ സ്ഥാനാർത്ഥി നൂർബീന റഷീദ്, പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം, കളമശ്ശേരിയിൽ ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ അഡ്വക്കേറ്റ് വി ഗഫൂർ, തിരൂരിൽ കുറിക്കോളി മൊയ്തീൻ, താനൂരിൽ PK ഫിറോസ് യൂത്ത് ലീഗ് നേതാവ്, മങ്കട മഞ്ഞളാംകുഴി അലി, കാസർഗോഡ് LA നെല്ലിക്കുന്ന്, കൂത്തുപറമ്പിൽ PK അബ്ദുള്ള, കുറ്റ്യാടി പാറയ്ക്കൽ അബ്ദുള്ള, കുന്നമംഗലം വിനേഷ് പെരുമണ്ണ UDF സ്വതന്ത്രനാണ്. മലപ്പുറം P ഉബൈദുള്ള, മഞ്ചേരി UA ലത്തീഫ്, PK കുഞ്ഞാലിക്കുട്ടി വേങ്ങര എന്നിങ്ങനെയാണ്. KPA മജീദ് തിരൂരങ്ങാടിയിലും കൊടുവള്ളിയിൽ ഡോക്ടർ MK മുനീറും കോങ്ങാട് മണ്ഡലവും ഇക്കുറി ലീഗ് ഏറ്റെടുത്തിരിക്കുന്നു. UC രാമനാകും അവിടുത്തെ സ്ഥാനാർത്ഥി. മണ്ണാർക്കാട് N ഷംസുദ്ദീൻ, മഞ്ചേശ്വരം അഷ്റഫ് എന്നിങ്ങനെയാണ് പട്ടിക. യുവാക്കൾക്ക് പ്രാതിനിധ്യമുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് ഇത്. താനൂർ തിരിച്ചു പിടിക്കും എന്നൊക്കെയാണ് അല്പസമയം മുമ്പ് PK ഫിറോസ് വ്യക്തമാക്കിയത്. അഷ്കർ തുടരുന്നുണ്ട്. അഷ്കർ, നേരത്തെ ഞാൻ ചോദിച്ചത് 25 വർഷത്തിന് ശേഷം ലീഗ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു വനിത ഇടം നേടുമ്പോൾ അതിൽ സമസ്തയുടേതടക്കമുള്ള സംഘടനകളുടെയൊക്കെ പിന്തുണയുണ്ടോ എന്നാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ദിവസം സമസ്തയുടെ ഒരു പ്രസ്താവന പുറത്തു വന്നിരുന്നു. വനിതകളെ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ തങ്ങളെപ്പോലെയുള്ള സംഘടനകളുടെ മേൽ പഴി ചാരേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. വളരെ ബാലൻസ് ചെയ്ത ഒരു പട്ടികയാണ് തങ്ങൾ പ്രഖ്യാപിച്ചത്. വളരെ നല്ലത് എന്ന് എല്ലാവരും പ്രശംസിക്കുന്നുണ്ട്. കാരണം എല്ലാ വിഭാഗം ജനങ്ങൾക്കും അതുപോലെ തന്നെ സമൂഹത്തിലെ നമ്മുടെ ലിംഗവ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രാതിനിധ്യമുണ്ട്. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രാതിനിധ്യമുണ്ട്. എല്ലാ ഏജ് ഗ്രൂപ്പിനും പ്രാതിനിധ്യമുണ്ട്. അങ്ങനെ വളരെ നല്ല മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു പട്ടികയാണ് തങ്ങൾ പ്രഖ്യാപിച്ചത്. ദിനേശ് പെരുമണ്ണയെ പോലുള്ള സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ UDF ആണ്. അതിലൊന്നും പ്രോബ്ലം ഇല്ല. UDF ആണ്. ലീഗിനൊരു ധീരമായ നീക്കം നോക്കിയിട്ടിരിക്കാം. അതിലേക്ക് എങ്ങനെയാണ് എത്തിയത്? തുടക്കത്തിൽ വലിയ എതിർപ്പുണ്ടായിരുന്നു.
അല്ല അത് നമ്മളിപ്പോൾ ഇനി സ്ഥാനാർത്ഥികളെ പ്രത്യേകം തിരിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട, നാളെ പോലെ നമുക്ക് നോക്കാം. എല്ലാവർക്കും നല്ല പ്രാതിനിധ്യം കൊടുത്തൊരു പട്ടിക വന്നിരിക്കല്ലേ. ഈ പരാതി ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. വളരെ നല്ല ഒരു പട്ടികയായിട്ടാണ് തോന്നുന്നത്. 100% ഒരു സാധ്യതയല്ലോ ഈ കാര്യങ്ങളിൽ. തീർച്ചയായിട്ടും നല്ല റിസൾട്ടോടു കൂടി പാർട്ടി വരും, UDF വരും. അതാണ് എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം നൽകുന്ന, എല്ലാ പ്രായക്കാർക്കും പ്രാതിനിധ്യം നൽകുന്ന, വനിതയ്ക്കടക്കം പ്രാതിനിധ്യം നൽകുന്ന ഒരു പട്ടിക വിജയപ്രതീക്ഷ ഉണ്ട് എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ പ്രതീക്ഷ പങ്കുവച്ചത്. അഷ്കർ അലി തുടരുന്നുണ്ട്. അഷ്കർ, നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യം കേട്ടിരുന്നോ? അനുജ, ഒന്നുകൂടി ആവർത്തിക്കാമോ ചോദ്യം? അതായത് വനിതാ പ്രാതിനിധ്യത്തെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. 25 വർഷത്തിന് ശേഷം ഒരു സ്ത്രീ വരുമ്പോൾ അതിൽ സമസ്തയുടേതടക്കമൊക്കെയുള്ള സംഘടനകളുടെ പിന്തുണയുണ്ടോ? കഴിഞ്ഞ ദിവസം സമസ്തയുടെ ഒരു പ്രസ്താവന നമ്മൾ കണ്ടതാണ്, വനിതകളെ സ്ഥാനാർത്ഥിയാക്കാത്തതിന് തങ്ങളുടെ മേലൊന്നും പഴി ചാരേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. അനുജ, ഈ ആദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഇല്ലെങ്കിൽ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ സമസ്തയുടെ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള മതസംഘടനകളുടെ എതിർപ്പ് കൊണ്ടാണ് വനിതകൾക്ക് പ്രാതിനിധ്യം. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നു. 27 മണ്ഡലങ്ങളിൽ ലീഗ് മത്സരിക്കും. കഴിഞ്ഞ തവണ അത് 24 ആയിരുന്നു. 3 തവണ മത്സരിച്ച് ജയിച്ചവർക്ക് ഇക്കുറി മത്സരിക്കാൻ കഴിയില്ല എന്ന നിബന്ധന കർശനമാക്കിയിട്ടുണ്ട്. 3 തവണ MLA ആയവർ, അതിൽ ഇളവ് നൽകിയിരിക്കുന്നത് 3 പേർക്ക് മാത്രമാണ്. PK കുഞ്ഞാലിക്കുട്ടി, ഡോക്ടർ MK മുനീർ, KP മജീദ് എന്നിവർക്ക് മാത്രം അതിൽ ഇളവ് നൽകിയിരിക്കുന്നു. മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ അബ്ദുൾ സമദാനി സ്ഥാനാർത്ഥിയാകുമ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ PV അബ്ദുൾ വഹാബ് ആയിരിക്കും മത്സരിക്കുക. അഴീക്കോട് KM ഷാജി തന്നെ മത്സരിക്കും. ഇതിൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അഴീക്കോട് KM ഷാജി തന്നെ എന്ന ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നു. കോഴിക്കോട് സൗത്തിൽ നൂർബീന റഷീദ് എന്ന വനിതാ സ്ഥാനാർത്ഥി ലീഗിനായി ജനവിധി തേടും. 25 വർഷത്തിന് ശേഷമാണ് ലീഗിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാകുന്നത്. പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം, കളമശ്ശേരിയിൽ VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ അഡ്വക്കേറ്റ് VE ഗഫൂർ സ്ഥാനാർത്ഥിയാകുന്നു. തിരൂർ കുറിക്കോളി മൊയ്തീൻ, താനൂരിൽ PK ഫിറോസ്, മങ്കട മഞ്ഞളാംകുഴി അലി, കാസർഗോഡ് NA നെല്ലിക്കുന്ന്, കൂത്തുപറമ്പ് PK അബ്ദുള്ള, കുറ്റ്യാടി പാറക്കൽ അബ്ദുള്ള, കുന്നമംഗലം വിനേഷ് പെരുമണ്ണ UDF സ്വതന്ത്രനാണ്. മലപ്പുറത്ത് P ഉബൈദുള്ള, മഞ്ചേരിയിൽ UA ലത്തീഫ്, PK കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ മത്സരിക്കുന്നു. KP മജീദ് തിരൂരങ്ങാടി, കൊടുവള്ളിയിൽ ഡോക്ടർ MK മുനീർ കോങ്ങാട് മണ്ഡലം ലീഗ് പിടിച്ചെടുത്തിരിക്കുന്നു. UC രാമനാണ് അവിടെ സ്ഥാനാർത്ഥിയാവുക. മണ്ണാർക്കാട് N ഷംസുദ്ദീൻ, മഞ്ചേശ്വരത്ത് അഷ്റഫ് സ്ഥാനാർത്ഥിയാകുന്നു. എല്ലാ വിഭാഗക്കാർക്കും പ്രാതിനിധ്യമുള്ള, സ്ത്രീകൾക്ക് പ്രാതിനിധ്യമുള്ള, എല്ലാ പ്രായത്തിലുള്ളവർക്ക് പ്രാതിനിധ്യമുള്ള, ജാതിമത വ്യത്യാസമില്ലാതെ ഉള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക എന്ന തരത്തിലേക്കാണ് PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത്. അഷ്കർ, കേൾക്കാമോ? കേൾക്കാം. നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി. അനുജ, സമസ്തയുടേതടക്കമുള്ള പ്രതിഷേധങ്ങൾ ഉള്ളതുകൊണ്ടാണ് മുസ്ലിം ലീഗ് വനിതകളെ മത്സരിപ്പിക്കാത്തത് എന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. എന്നാൽ ആ കാര്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് SKSF സംസ്ഥാന സെക്രട്ടറി സത്താർ പന്തല്ലൂരും അതുപോലെ തന്നെ സമസ്ത കേന്ദ്ര മുഷാറംഗം കൂടിയായ ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദവി ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു. വേണ്ടപ്പെട്ടവർക്ക് സീറ്റ് നൽകേണ്ട ആവശ്യം കൊണ്ടായിരിക്കാം അത്തരത്തിലൊരു വിമർശനം ഉയരുന്നത്, അല്ലെങ്കിൽ വനിതകൾക്ക് സീറ്റ് കൊടുക്കാത്തതിൻ്റെ പാപഭാരം മതസംഘടനകൾ വെച്ചുകെട്ടുകയാണെന്നുള്ള ആരോപണമാണ് മറുപടിയായിരുന്നു സമസ്തയുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ലീഗിന് മേൽ വനിതാ പ്രാതിനിധ്യം എന്നുള്ളത് വലിയൊരു സമ്മർദ്ദമായി മാറുകയും ചെയ്തു. ആ സമ്മർദ്ദം മുസ്ലിം ലീഗിന് വഴിപ്പെടുന്നു. ഇത്തവണ മുസ്ലിം ലീഗ് 25 വർഷങ്ങൾക്ക് ശേഷം ഒരു വനിതയെ മത്സരിപ്പിക്കുന്നു. മുസ്ലിം ലീഗ് വനിതാ ലീഗ് നേതാവ് കൂടിയായ അഡ്വക്കേറ്റ് നൂർബീന റഷീദിനെയാണ് മത്സരിപ്പിക്കുന്നത്. കോഴിക്കോട് സൗത്തിൽ നിന്ന് നൂർബീന റഷീദ് മത്സരിപ്പിക്കും. കൃത്യമായി പറയുകയാണെങ്കിൽ 25 വർഷങ്ങൾക്ക് ശേഷം 1996 ആദ്യമായും അവസാനമായും മുസ്ലിം ലീഗിന് ഒരു വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാകുന്നത്. അത് കമറുന്നിസ അൻവറായിരുന്നു. കോഴിക്കോട് സൗത്തിലായിരുന്നു അവർ മത്സരിച്ചിരുന്നത്. അതേ മണ്ഡലത്തിലേക്ക് തന്നെ വീണ്ടും മുസ്ലിം ലീഗിൻ്റെ ഒരു സിറ്റിംഗ് മണ്ഡലം കൂടിയാണ് ഇപ്പോൾ കോഴിക്കോട് സൗത്ത്. കാരണം കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവ് കൂടിയായ MK മുനീർ വിജയിച്ചു കയറിയ മണ്ഡലമാണ് കോഴിക്കോട് സൗത്ത്. ആ സൗത്തിൽ നിന്ന് ഇത്തവണ മുസ്ലിം ലീഗിന് വേണ്ടി അഡ്വക്കേറ്റ് നൂർബീന റഷീദ് മത്സരിക്കും എന്നാണ് ലീഗ് നേതാക്കൾ വ്യക്തമാക്കിയത്. അതിന് പ്രധാനമായി അവർ പറയുന്ന കാരണം എല്ലാ വിഭാഗങ്ങൾക്കും, യുവാക്കൾക്കും മുതിർന്നവർക്കും അതുപോലെ തന്നെ വനിതകൾക്കും എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ടവരെയും പരിഗണിക്കുക എന്നുള്ളതാണ് ലീഗ് നേതൃത്വം മുന്നോട്ട് വെച്ചത്. ആ പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ വനിതാ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗ് ഉറപ്പുവരുത്തിയിരിക്കുന്നതെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയത്. മാത്രമല്ല മുസ്ലിം
മുസ്ലിം ലീഗ് ഒരു സംവരണ മണ്ഡലമാണ് ഇത്തവണ ഏറ്റെടുത്തിരിക്കുന്നത് പ്രത്യേകം പറയേണ്ടി വരും. സംവരണ മണ്ഡലമായ കോങ്ങാട്, പാലക്കാട് ജില്ലയിലെ കോങ്ങാട് മണ്ഡലത്തിലാണ് ഇത്തവണ മുസ്ലിം ലീഗ് അധിക സീറ്റിൽ ഒന്ന് മത്സരിക്കുന്നത്. രണ്ടാമത്തെ അധിക സീറ്റായി പേരാമ്പ്രയും ഉണ്ടാവും. ആ പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. മറ്റൊരു അധിക സീറ്റായി പരിഗണിക്കുന്നത് കൊല്ലം ജില്ലയിലെ പേരാമ്പ്രയിൽ ചില തർക്കങ്ങൾ നിലവിലുണ്ട് എന്ന് റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണോ ഇപ്പോഴൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് ലീഗ് പോകാത്തത്? അഷ്കർ, അനുജ, പേരാമ്പ്രയിലെ തർക്കങ്ങൾക്ക് പുറമെ തന്നെ മുസ്ലിം ലീഗിൽ അധിക സീറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും UDF-ൽ തന്നെ ഒരു ധാരണ എത്തിയിട്ടില്ല. കാരണം മുസ്ലിം ലീഗ് പട്ടാമ്പി വേണമെന്ന ആവശ്യത്തിൽ ഏറെക്കാലം ഉറച്ചു നിന്നിരുന്നു. അത് കൊടുക്കാൻ കഴിയില്ലെന്ന കോൺഗ്രസ് കടുത്ത നിലപാട് പറഞ്ഞതോടെയാണ് പാലക്കാട് ജില്ലയിലെ തന്നെ മറ്റൊരു മണ്ഡലമായ കോങ്ങാട് മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ വിജയ സാധ്യതയുള്ള മണ്ഡലം വേണമെന്നാണ് ഇപ്പോഴും ലീഗ് ആവശ്യപ്പെടുന്നത്. പേരാമ്പ്രയ്ക്ക് പകരം ഒരുപക്ഷെ കൂടുതൽ വിജയ സാധ്യതയുള്ള മണ്ഡലം കിട്ടുകയാണെങ്കിൽ അത് മുസ്ലിം ലീഗ് നേതൃത്വം പരിഗണിക്കും. ആ ഒരു ആവശ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പേരാമ്പ്രയിലെയും അതുപോലെ തന്നെ അധിക സീറ്റായി ലഭിക്കാവുന്ന പുനലൂർ അല്ലെങ്കിൽ ചടയമംഗലം ഈ രണ്ട് സീറ്റുകളിലെയും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാതിരിക്കുന്നത്. എന്തായാലും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് വരികയാണെങ്കിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ AKM അഷ്റഫ്, അതുപോലെ തന്നെ കാസർഗോഡ് മണ്ഡലത്തിൽ NA നെല്ലിക്കുന്ന്, അതുപോലെ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ PK അബ്ദുള്ള, കുറ്റ്യാട് മണ്ഡലത്തിൽ പാറക്കൽ അബ്ദുള്ള, കൊടുവള്ളി മണ്ഡലത്തിൽ MK മുനീർ എന്നിവരും, തിരുവമ്പാടി CP ചെറിയ മുഹമ്മദ്, കോഴിക്കോട് സൗത്തിൽ ലീഗിന്റെ വനിതാ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നൂർബീന റഷീദ്, കുന്നം അതുപോലെ വള്ളിക്കുന്ന് മണ്ഡലത്തിൽ P ഹമീദ് മാഷ്, തിരൂരങ്ങാടി മണ്ഡലത്തിൽ KP മജീദ്, താനൂർ മണ്ഡലത്തിൽ PK ഫിറോസ്, തിരൂർ മണ്ഡലത്തിൽ കുറുക്കോളി മൈദീൻ, കോട്ടക്കൽ മണ്ഡലത്തിൽ സിറ്റിംഗ് MLA ആബിദിൻ ഹുസൈൻ തങ്ങൾ, മലപ്പുറം മണ്ഡലത്തിൽ സിറ്റിംഗ് MLA P ഉബൈദുള്ള, മഞ്ചേരി മണ്ഡലത്തിൽ UA ലത്തീഫ്, കൊണ്ടോട്ടി മണ്ഡലത്തിൽ TV ഇബ്രാഹിം, ഏറനാട് മണ്ഡലത്തിൽ PK ബഷീർ എന്നിവരും, പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നജീബ് കാന്തപുരം, മങ്കടയിൽ മഞ്ഞളാംകുഴിയാരി, വേങ്ങര മണ്ഡലത്തിൽ PK കുഞ്ഞാലിക്കുട്ടി, മണ്ണാർക്കാട് സിറ്റിംഗ് MLA N ഷംസുദ്ദീൻ, ഗുരുവായൂർ KNA ഖാദർ എന്നിവരും, അതുപോലെ കളമശ്ശേരിയിൽ നേരത്തെ ഉണ്ടായിരുന്ന സിറ്റിംഗ് MLA ഇബ്രാഹിം കുഞ്ഞിനെ മാറ്റി അദ്ദേഹത്തിന്റെ മകൻ VE അബ്ദുൽ ഗഫീർ എന്നിവരും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. അനുജ, ശരി, ഇതിലിപ്പോൾ പലതരത്തിൽ പ്രാതിനിധ്യത്തെക്കുറിച്ച് നേരത്തെ PK കുഞ്ഞാലിക്കുട്ടിയും വിശദീകരിക്കുകയുണ്ടായി. PK ഫിറോസ് അതിനു മുമ്പ് സംസാരിച്ചപ്പോഴും യുവാക്കൾക്ക് നല്ല പ്രാതിനിധ്യം ലഭിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത്തരത്തിൽ യൂത്ത് ലീഗുമായി ബന്ധപ്പെട്ട ഭാരവാഹികൾ അടക്കം ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടുന്നുണ്ടോ? അഷ്കർ, തീർച്ചയായും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ചർച്ചകളുടെ ആദ്യഘട്ടത്തിൽ തന്നെ യുവാക്കൾക്ക് കൃത്യമായ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം യൂത്ത് ലീഗ് ഉന്നയിച്ചിരുന്നു. അതിൽ ഏറെ പരാമർശിക്കേണ്ട ഒരു കാര്യം, യൂത്ത് ലീഗിന്റെ പ്രധാന നേതാക്കൾക്കൊക്കെ തന്നെ മണ്ഡലം നൽകുന്ന സാഹചര്യത്തിൽ അവിടുത്തെ വിജയ സാധ്യത കൂടി പരിഗണിച്ചുകൊണ്ട് നൽകണമെന്നാണ് യൂത്ത് ലീഗ് നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നത്. ഇത് മുസ്ലിം ലീഗ് നേതൃത്വം കാര്യമായി ഉൾക്കൊണ്ട് എന്ന് വേണം നമുക്ക് ഈ പട്ടിക മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കുറ്റ്യാടി MLA സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്ന PK പാറക്കൽ അബ്ദുള്ള നമ്മളോടൊപ്പം ഉണ്ട്. വീണ്ടും ഒരു തവണ കൂടി മത്സരരംഗത്തേക്ക് വരികയാണ്. എന്താണ് നിലവിലെ സാഹചര്യം? ശുഭപ്രതീക്ഷയാണ്. കുറ്റ്യാടി UDF-ൻ്റെതാണ്. 100% ജയിച്ചു വരും. അവിടെ എല്ലാ സാധ്യതയും UDF-നുണ്ട്. സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പൂർണ്ണ സംതൃപ്തരാണോ? തീർച്ചയായും. യുവാക്കൾക്കും വനിതകൾക്കൊക്കെ കൂടുതൽ പ്രാതിനിധ്യം നൽകിയെന്ന് തീർച്ചയായിട്ടും പുതിയ ഒരു കീഴ്വഴക്കം തന്നെ പാർട്ടി സൃഷ്ടിച്ചിരിക്കുകയാണ്. വളരെ നന്നായി യുവാക്കളുണ്ട്, സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്. എല്ലാ നിലയിലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു 3 തവണ മത്സരിച്ച ചില ആളുകളൊക്കെ മുസ്ലിം ലീഗ് തവണ മാറ്റി നിർത്തിയിട്ടുണ്ട്. അത് മുതിർന്ന MLA-മാരടക്കം. അത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാവും? അത് എന്ത് തിരിച്ചടിയാണ്? പാർട്ടി തീരുമാനം ഉൾക്കൊള്ളും എല്ലാ ആളുകളും. അതിലൊരു തിരിച്ചടിയുടെ വിഷയമൊന്നും വരുന്നില്ല. കുറ്റ്യാടിയിലെ സാഹചര്യം എന്താണ്? കുറ്റ്യാടിയിൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിജയം 100% ഉറപ്പാണ്. കുറ്റ്യാടി UDF-ൻ്റെ നിയോജക മണ്ഡലമാണ്. കുറ്റ്യാടിയിൽ വിജയം സുനിശ്ചിതമാണ്. എന്നാലും കുറ്റ്യാടി മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച കുറ്റ്യാടിയിലെ സ്ഥാനാർത്ഥി പാറക്കൽ അബ്ദുള്ളയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ 2ാം തവണയാണ് അദ്ദേഹം കുറ്റ്യാടിയിൽ മത്സരിക്കുന്നത്. ഇത്തവണയും വിജയപ്രതീക്ഷ പൂർണ്ണമായും പങ്കെടുക്കുന്നത്. കുറ്റ്യാടിയിൽ മുസ്ലിം ലീഗിന് എല്ലാ തരത്തിലും അല്ലെങ്കിൽ UDF-ന് എല്ലാ തരത്തിലും വിജയ സാധ്യതയുണ്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. നേരത്തെ അനുജ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ PK ഫിറോസും അതുപോലെ തന്നെ നജീബ് കാന്തപുരം 2 മണ്ഡലങ്ങളാണ് നൽകിയിരിക്കുന്നത്. 2 ഇടതുപക്ഷത്തിൻ്റെ കയ്യിലുള്ള മണ്ഡലമാണ്. ഒന്ന് പെരിന്തൽമണ്ണയും ഒന്ന് തണ്ണീർ. പക്ഷേ ഈ 2 മണ്ഡലങ്ങളും മുസ്ലിം ലീഗിന് പെരിന്തൽമണ്ണയിൽ നിലവിൽ മുസ്ലിം ലീഗാണുള്ളത്. മഞ്ഞളാംകുഴി അലിയായിരുന്നു മത്സരിച്ചിരുന്നത്. കഴിഞ്ഞ തവണ 579 വോട്ടുകൾ ഭൂരിപക്ഷമായിരുന്നു മഞ്ഞളാംകുഴി അലിക്ക് പെരിന്തൽമണ്ണയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പെരിന്തൽമണ്ണയിൽ വലിയ ശക്തമായൊരു പോരാട്ടം ലീഗ് ലക്ഷ്യമിടുന്നുണ്ട്. ആ മണ്ഡലത്തിൽ ഭൂരിപക്ഷം ഉയർത്തുക എന്നുള്ളത് ലീഗ് ലക്ഷ്യമിടുന്നുണ്ട്. നജീബ് കാന്തപുരത്തിലൂടെ അത് സാധിക്കുമെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. മറ്റൊന്ന് താനൂർ മണ്ഡലമാണ്. ഇടതുപക്ഷ സ്വന്തം സ്ഥാനാർത്ഥി V അബ്ദുറഹ്മാൻ മത്സരിക്കുന്ന മണ്ഡലം. ആ മണ്ഡലം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒന്നാണ്. കഴിഞ്ഞ തവണ അല്ലെങ്കിൽ നിയമസഭ മണ്ഡലം രൂപീകരിച്ച ശേഷം ആദ്യമായി 2016 മുസ്ലിം ലീഗിൽ നിന്ന് നഷ്ടമായ മണ്ഡലമാണ് താനൂർ മണ്ഡലം. ആ താനൂർ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നുള്ളത് തന്നെയാണ് ലീഗ് നേതൃത്വം ലക്ഷ്യമിടുന്നത്. അതിന് യൂത്ത് ലീഗിന്റെ തന്നെ ജനറൽ സെക്രട്ടറിയായ PK ഫിറോസിന് താനൂർ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക അല്പസമയം മുൻപാണ് പ്രഖ്യാപിച്ചത്. 27 മണ്ഡലങ്ങളിലാണ് ലീഗ് ഇക്കുറി മത്സരിക്കുന്നത്. അതിൽ 2 ഇടങ്ങളിൽ പേരാമ്പ്ര, ചടയമംഗലം അല്ലെങ്കിൽ പുനലൂർ, ഈ 2 ഇടങ്ങളിലെ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആര് എന്നത്
പ്രഖ്യാപിക്കാതെയാണ് ഇന്നിപ്പോൾ ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത്. 25 വർഷത്തിന് ശേഷം മുസ്ലിം ലീഗിന് ഒരു വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാകുന്നു എന്ന പ്രത്യേകത കൂടി ഇക്കുറിയുണ്ട്. Number 1 Election Channel 24.